ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമാലിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊണീറ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ 3 കിങ്ഡംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമാലിയ. നമുക്കറിയാം കിങ്ഡം പ്ലാന്റയിൽ വരുന്നത് പ്ലാന്റ്സ് ആണ്, ആനിമാലിയയിൽ വരുന്നത് ആനിമൽസ് ആണ്. അപ്പോൾ കിങ്ഡം പ്ലാന്റേനെ തന്നെ വീണ്ടും 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. കിങ്ഡം പ്ലാന്റേനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൽഗേനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. അപ്പോൾ നമ്മൾ ആൽഗേനെ കണ്ടു. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് ബ്രയോഫൈറ്റ്സിന് പറയുക. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. കാരണം ബ്രയോഫൈറ്റ്സ് വാട്ടറിലും കാണും, അതേപോലെ തന്നെ കരയിലും കാണും, വെള്ളത്തിലും കരയിലും അവർ കാണും. അതുകൊണ്ടാണ് അവരെ ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലാൻഡ് ഫോംസ് മാത്രമേ ഉള്ളൂ, കരയിൽ മാത്രം കാണുന്നതാണ്. നമ്മുടെ ഫേണുകളൊക്കെ, പന്നൽ ചെടി എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ കയ്യിലൊക്കെ വന്ന് അതിനെ ഒട്ടിക്കണത്. അപ്പോൾ അത് ടെറിഡോഫൈറ്റ്സ് ആ വിഭാഗത്തിൽ പെടുന്നത്. പിന്നെയുള്ളത് ജിംനോസ്പേംസ്. നമ്മൾ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ പൈൻ മരങ്ങൾ കാണാം അല്ലേ, അതൊക്കെ ജിംനോസ്പേംസ് ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്ലവറൊന്നും ഉണ്ടാവില്ല, സീഡ് ഉണ്ടാവും. പക്ഷേ ഈ സീഡിന് സീഡ് കോട്ട്, ആ കവറിങ് ഒന്നും അതിന് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ വാസ്കുലർ ടിഷ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, സൈലത്തിനെയും ഫ്ലോയത്തിനെയാണ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയാം. സൈലം എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിനാണ്. വാട്ടർ ആൻഡ് മിനറൽസ് റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. ഫ്ലോയം എന്ന് പറയുന്നത് ലീഫിൽ ഉണ്ടാക്കുന്ന ഫുഡ്. ഈ ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസിനെ ആ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകളിൽ എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. അപ്പോൾ ഈ സൈലോം ഫ്ലോയും അവർ ഒരുപാട് ടിഷ്യൂസ് ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പല ടൈപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ സൈലോം ഫ്ലോയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ടിഷ്യൂസാണ് ട്രക്കീഡ്, അതുപോലെ വെസൽ എന്നൊക്കെ പറയുന്നത്. ജിംനോസ്പേമിൽ ഈ ട്രക്കീഡുകൾ ഉണ്ടായിരിക്കില്ല. സീഡ് ഉണ്ട്, പക്ഷേ സീഡ് കോട്ട് ഇല്ല, ഫ്ലവർ ഇല്ല. ഇതാണ് ജിംനോസ്പേം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. ഇനി അതേപോലെ തന്നെ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് വഴിയാണ്, വിൻഡ് വഴിയാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പിക്കുന്ന ചെടികൾ, അതായത് പൂക്കൾ ഉണ്ടാവും അവർക്ക്. അതേപോലെ തന്നെ സീഡിന് സീഡ് കോട്ട് ഉണ്ടാവും, കവറിങ് ഉണ്ടായിരിക്കും. സൈലത്തിൽ ട്രക്കീഡ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുക. കിങ്ഡം പ്ലാന്റേനെ വീണ്ടും 5 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. അപ്പം ഇങ്ങനെയാണ് അവരുടെ പ്രത്യേകതകൾ വരുന്നത്. ഇനി ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റിലൊക്കെ അവരുടെ സെക്ഷൽ പാർട്സ് അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസ് എന്ന് പറയുന്നത് മെയിൽ ഓർഗനെയാണ് ആന്ത്രീഡിയ എന്ന് പറയുക. ആന്ത്രീഡിയ 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ഫീമെയിൽ ഓർഗനെ പറയുന്ന പേരാണ് ആർക്കിഗോണിയ. മെയിലിനെ ആന്ത്രീഡിയ, ഫീമെയിലിനെ ആർക്കിഗോണിയ. ഇതെവിടെയാണ്? ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും. ഇനി ഈ ടെറിഡോഫൈറ്റ്സിലും മാസ്കുലർ ടിഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിക്ക് വരുന്ന എപ്പോഴാണ്? നമ്മൾ ആൻജിയോസ്പേമിൽ എത്തുമ്പോഴാണ്. ഇനി ആൻജിയോസ്പേംസിനെ പിന്നെയും കുറേ ഇതൊക്കെ ആൻജിയോസ്പേംസിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിങ്ഡം പ്ലാന്റേനെ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫൈലം. കിങ്ഡം കഴിഞ്ഞാൽ ഫൈലം. ഇനി ഓരോ ഫൈലത്തിനും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാനുള്ളത് ഫൈലം ആൻജിയോസ്പേമിൻ്റെയാണ് നോക്കാനുള്ളത്. അതിന് പിന്നെയും കുറേ ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ആകെ 4 ഫാമിലിയാണ്. ഇഷ്ടംപോലെ ഫാമിലികളുണ്ട് കേട്ടോ ആൻജിയോസ്പേമിൽ. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് 4 ഫാമിലിയാണ്. ഫാബേസിയെ, മാൽവേസിയെ, ലിലിയേസിയെ, പോയേസിയെ. ഇപ്പോൾ ACA അതായത് CEAE അങ്ങനത്തെ ഒരു സ്പെല്ലിംഗ് വരാണെങ്കിൽ അതെന്താണ്? ഫാമിലിയാണ്. ഫാബേസിയെ,
മാൽവേസിയെ, ലിലിയേസിയെ, പോയേസിയെ, ഈ 4 ഫാമിലീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൽ കേട്ടിട്ടുണ്ടാവും ഡൈക്കോട്ട് പ്ലാന്റ്സും മോണോക്കോട്ട് പ്ലാന്റ്സും ഒന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ട് ആ വിത്ത് മുളച്ച് വരുന്ന സമയത്ത്, ഇപ്പോൾ പുളിങ്കുരിയൊക്കെ മുളച്ച് നിൽക്കണം കണ്ടിട്ടുണ്ടോ? പുളിങ്കുരിയൊക്കെ മുളച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ 2 കഷ്ണമായിട്ട് വരുന്നുണ്ടാവും. ആ പുളി തന്നെ 2 കഷ്ണമായിട്ട് വരുന്നുണ്ടാവും. അതിനെയാണ് കോട്ട്ലിഡൻ എന്ന് പറയാം. അപ്പോൾ 2 കോട്ട്ലിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡൈക്കോട്ടിലിഡൻസ് എന്ന് പറയും. ഒറ്റ കോട്ട്ലിഡൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മോണോകോട്ടിലിഡൻ എന്ന് പറയും. അപ്പോൾ ഈ കോട്ട്ലിഡനാണ് പിന്നീട് ആ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട്, അതൊരു നല്ലൊരു തൈയാവുന്നത് വരെ അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റോറിങ് ആണ് അതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളതിൽ 2 ഡൈക്കോട്ട് ഫാമിലിയും 2 മോണോക്കോട്ട് ഫാമിലിയാണ്. ഫാബേസിയയും മാൽവേസിയയും ഡൈക്കോട്ട് ഫാമിലിയാണ്. ഇനി ലിലിയേസിയെ, പോയേസിയെ ഇവരൊക്കെ എന്താണ്? മോണോക്കോട്ട് ഫാമിലിയാണ്. അപ്പോൾ ഫാബേസിയയിൽ വരുന്ന എക്സാമ്പിളുകൾ, ഫാബേസിയ ഫാമിലി വരുന്ന പ്ലാന്റ്സുകളാണ് സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, പിന്നെ നമ്മുടെ കൊന്നയുടെ പൂവ്, ഇതൊക്കെ എന്താണ്? ഫാബേസിയയിൽ വരുന്നതാണ്. മാൽവേസിയയിൽ വരുന്നതാണ് നമ്മുടെ ഹിബിസ്കസ്, ചെമ്പരത്തി, കോട്ടൺ, വെണ്ട, അബൽമോസ്കസ് എന്ന് പറയുക, അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മാൽവേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ 2 ഫാമിലികൾ എന്താണ്? ഡൈക്കോട്ട് ഫാമിലിയാണ്. പിന്നെയുള്ളത് ലിലിയേസിയയും പോയേസിയയും. ലിലിയേസിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എക്സാമ്പിളുകളാണ് ഒനിയൻ, അതുപോലെ അലോവര, ഇതൊക്കെ എന്താണ്? ലിലിയേസിയ ഫാമിലിയിലുള്ളതാണ്, മോണോക്കോട്ട് ഫാമിലിയാണത്. പോയേസിയയിൽ വരുന്നതാണ് ഷുഗർ കെയിന്, റൈസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? പോയേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ്. അതും മോണോക്കോട്ട് ഫാമിലിയാണ്. അപ്പോൾ അതിങ്ങനെ ഓർത്ത് വയ്ക്കാം. കാരണം ഏതെങ്കിലും ഒരു 1 വേർഡ് പോലെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയാം, പോയേസിയയ്ക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുകയെ, മാൽവേസിയയ്ക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഫാബേസിയയുടെയും അതേപോലെ തന്നെ മാൽവേസിയയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഒന്നാമത്തത് ഫാബേസിയാണ്. അതിന് എക്സാമ്പിൾ വരുന്നത് എവിടെയാണ്? സോയാബീൻ, ഗ്രൗണ്ട് നട്ടൊക്കെയാണ് ഫാബേസിയ ഫാമിലിയിൽ വരുന്നത്. ഇവർ ഹെർബ്സ് ആണ്, അതായത് കുറ്റിച്ചെടികളായിട്ടാണ് സാധാരണ ഫാബേസിയ ഫാമിലിയിലുള്ള പ്ലാന്റ്സുകൾ കാണുന്നത്. ചില ടൈമിൽ എന്താണ്? ചിലപ്പോൾ എന്താണ്? ചില ട്രീസ് ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇവരെന്താണ്? സൈഗോമോർഫിക് ആണ്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനെ കൃത്യമായിട്ടുള്ള 2 പാർട്സാക്കി മാറ്റാം. കൃത്യമായിട്ട് ഇപ്പോൾ കൊന്നയുടെ പൂവൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഓർക്കിഡൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ പൂവൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കൃത്യമായിട്ട് എന്താണ്? 2 പീസാക്കി മാറ്റാം. 2ഉം ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊക്കെ സൈഗോമോർഫിക് ആണ്. ഇങ്ങനെ മുറിക്കണം കേട്ടോ. ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ ഒരു കണ്ണ്, മൂക്കിൻ്റെ ഒരു ഭാഗം, ഒരു ചെവി, ഒരു കൈ, ഒരു കാലൊക്കെ ആയിട്ട് എന്താണ്? കൃത്യമായിട്ട് നമ്മൾ 2ആയിട്ട് വിഭജിക്കാൻ പറ്റും. നമ്മൾ സൈഗോമോർഫിക്. അതേപോലെ തന്നെ ആ പൂവിനെ കൃത്യമായിട്ട് 2ആക്കിയിട്ട് മുറിക്കാനായിട്ട് പറ്റും. ഇനി പിന്നെ വരുന്നത് 5 പെറ്റൽസ്, 5 ഇതളുകളാണ് ഫ്ലവറുകൾക്കുള്ളത്. അതേപോലെ സ്റ്റേമൻ ആണ് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അത് 10 എണ്ണം ഉണ്ടായിരിക്കും. 9+1 എന്ന് പറഞ്ഞ രീതിയിലാണുള്ളത്. 10 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടൊന്നും നോക്കണ്ട, ഈ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഒന്ന് പഠിക്കാം. അപ്പോൾ എന്താണ് സൈഗോമോർഫിക് എന്നുള്ളതൊക്കെ ഒന്നും ചോദിക്കൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഹെർബ്സ് ആണ്, ചിലപ്പോൾ ട്രീസും കാണാം. സൈഗോമോർഫിക് ആണെങ്കിൽ ഇന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. എഴുതുമ്പോൾ സൈഗോമോർഫിക് എന്ന് എഴുതിയാൽ മതി. അതേപോലെ എന്താണ്? 5 പെറ്റൽസ് ആണുള്ളത്. സ്റ്റേമൻസ് എങ്ങനെയാണ്? 9+1 എന്നാണ്. ഇനി അടുത്തത് മാൽവേസിയ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവരെന്ന് പറയുന്നത് എന്താണ്? ആക്ടിനോമോർഫിക് ആണ്. സൈഗോമോർഫിക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മുറിച്ച് കഴിഞ്ഞാലും എന്താണ്? 2 ഈക്വൽ പാർട്സ് കിട്ടും. സൈഗോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കറക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സൈഗോമോർഫിക് ആവണമെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെ മുറിക്കണം. അല്ലാണ്ട് നമ്മുടെ വയറ് വെച്ച് 2 കഷ്ണമാക്കി കഴിഞ്ഞാൽ നമ്മൾ സൈഗോമോർഫിക് അല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ മുറിക്കുമ്പോഴാണ് നമ്മൾ എന്താവണത്? ഈക്വൽ പാർട്ട് ആവണത്. അങ്ങനെയുള്ളതാണ് സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ ഈക്വൽ പാർട്സ് ആയിട്ട് മാറും. ഇപ്പോൾ ഒരു അമീബയുടെ സെല്ല് അറിയാലോ, ഒറ്റ സെല്ലുള്ളോ, അതിന് വലിയ ഷേപ്പൊന്നുമില്ല. അതിനൊക്കെ എങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്? ഈക്വൽ പാർട്സ് ആയിട്ട് മാറും. അപ്പോൾ മാൽവേസിയ ഫാമിലിയിൽ എങ്ങനെയാണ്? അവർ ആക്ടിനോമോർഫിക് ആണ്. എങ്ങനെ മുറിച്ച് കഴിഞ്ഞാലും അവർ ഈക്വൽ പാർട്സ് ആയിട്ട് മാറും.
പിന്നെ വരുന്നത് എന്താണ്, ഇവർ സ്റ്റേമൻസ് ന്യൂമറസ് ആണ്. ഇപ്പോൾ 10 ആണ് നമ്മൾ ഫാബേസിയയിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല. എന്താണ്, ഇഷ്ടം പോലെ ഉണ്ട്. ചെമ്പരത്തിയുടെ പൂവുമ്പോൾ ഒരു മഞ്ഞ മഞ്ഞ സാധനങ്ങളില്ലേ, അതാണ് അതിൻ്റെ സ്റ്റേമൻ. ഒരുപാട് സ്റ്റേമൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെൻഡാമിറസ് എന്ന് പറഞ്ഞാൽ സെപ്പൽസ് എന്നാണ് പറയുക. സെപ്പൽ എന്ന് പറയുന്നത് ചെമ്പരത്തിയുടെ പൂവിരിക്കണ ഒരു ഒരു കുഞ്ഞിയൊരു കൊട ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുക, സെപ്പൽസ് എന്ന് പറയുക. അവർ പെൻഡാമിറസ് ആണ്. 5 എണ്ണമാണ്. അതിങ്ങനെ യുണൈറ്റ് ചെയ്ത് ഒരുമിച്ചായിട്ടാണ് കാണുന്നത്. പിന്നെയുള്ളത് കാർപ്പൽസ് ആർ പ്രസൻറ്റ്, ഫ്രൂട്ട് ഈസ് എ ക്യാപ്സ്യൂള്. ചെമ്പരത്തിയിൽ ഫ്രൂട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ വെണ്ടയൊക്കെ നോക്കുമ്പോൾ എന്താണ്, അവരിങ്ങനെ ക്യാപ്സ്യൂളായിട്ട് ഒരു എൻക്ലോസ്ഡ് ആയിട്ടാണ് ഫ്രൂട്ട് കാണുന്നത്. അതേപോലെ തന്നെ എന്താണ്, കാർപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതും കൃത്യമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മാൽവേസിയയുടെ പ്രത്യേകതകൾ. എന്താണ്, ആക്ടിനോമോർഫിക് ആണ്. പിന്നെ എന്താ പറഞ്ഞാൽ സ്റ്റാമൻസ് ന്യൂമറസ് ആണ്. പെൻഡാമിറസ് സെപ്പൽസ് ആണ്, യുണൈറ്റ് ചെയ്തിട്ട് 5 എണ്ണമായിട്ട് കാണുന്നുണ്ട്. പിന്നെ കാർപ്പൽസ് ഉണ്ട്, അതായത് ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഫ്രൂട്ട് ക്യാപ്സ്യൂളിലായിട്ടാണ് കാണുന്നത്. മറ്റേ ഗുളികയുടെ ക്യാപ്സ്യൂളിനല്ല, ഒരു എൻക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേമാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ കിങ്ഡം, നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലെ ബ്രയോഫൈറ്റ്സ് അല്ലേ, ബ്രയോഫൈറ്റ്സ് നമ്മൾ പറഞ്ഞു ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. അവരെങ്ങനെയാണ്, വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്, കരയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യണത് ഒരു ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജും അതുപോലെ തന്നെ ഒരു സ്പോറോഫൈറ്റിക് സ്റ്റേജും, 2 സ്റ്റേജായിട്ടാണ് അവരുടെ ഒരു ലൈഫ് സ്പാനായിട്ട് കംപ്ലീറ്റ് ആക്കണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ മതിലുമൊക്കെ തല വെട്ടി കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഫ്യൂണേറിയ. അപ്പം അതിങ്ങനെ ഒരു പുല്ല് പോലെ നിന്നിട്ട് പിന്നെ ഒരു നീളം വടി, പിന്നെ അതിന് അറ്റത്തൊരു ഉണ്ട, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വടി ഇല്ലാത്തൊരു ഭാഗം, വെറുതെ ചെറിയ നമുക്കൊരു ഇല പോലെ തോന്നുന്ന പോലത്തെ ഒരു ഭാഗം, അതിനെയാണ് അതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയണത്. ഇനി ആ ഗ്യാമറ്റോഫൈറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ്, അതിൽ ഡെവലപ്മെൻറ്റ് നടന്നിട്ട് സ്പോറോഫൈറ്റ് ഫോം ചെയ്യും. അതായത് ആ വടിയും ആ ഉണ്ടയും, അതാണ് അതിൻ്റെ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണത്, അതിൻ്റെ ലൈഫ് സൈക്കിളിലെ നെക്സ്റ്റ് സ്റ്റേജാണ്. എന്നിട്ട് ആ സ്പോറോഫൈറ്റ് റൈപ്പൻ ചെയ്തത് ബേസ്റ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ബേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പോറുകൾ പുറത്തേക്ക് തെറിച്ച് പോകും. അങ്ങനെ തെറിച്ച് പോകുന്ന സ്പോറുകൾ പിന്നെയും എന്താണ്, ഒരു ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് വളരും. പിന്നെ വീണ്ടും ആ ഗ്യാമറ്റോഫൈറ്റിന് ഇതുപോലെ സ്പോറോഫൈറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് പിന്നെ സ്പോർ പൊട്ടിയിട്ട് വീണ്ടും ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ഓൾട്ടർനേഷനാണ് അതിന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സൈക്കിളിൽ അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ടാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, വീണ്ടും ഗ്യാമറ്റോഫൈറ്റ്, പിന്നെ സ്പോറോഫൈറ്റ്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുക, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാം. അപ്പോൾ അതെവിടെയാണ്, ബ്രയോഫൈറ്റ്സിലാണ്. അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് 2 സ്റ്റേജിൽ കൂടിയാണ്. ഒന്ന് ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജും 2 സ്പോറോഫൈറ്റിക് സ്റ്റേജും. അതുകൊണ്ടാണ് അതിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്രയോഫൈറ്റിന് വേറൊരു പ്രത്യേകതകൾ എന്താണ്, അവർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ബ്രയോഫൈറ്റിൽ പെടുന്ന പ്ലാന്റ്സുകൾ കരയിൽ ജീവിക്കുന്നതുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നതുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിങ്ഡം പ്ലാന്റേനെ കുറിച്ച് നോക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ, 1 വേർഡായിട്ട് ചോദിക്കാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് വായിക്കാം. നമുക്ക് കിങ്ഡം ആനിമാലിയനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ആനിമാലിയ എന്ന് പറയുമ്പോൾ ആനിമൽസ് എല്ലാം, ആനിമൽസ് എന്ന് പറയുമ്പോൾ മനുഷ്യനോ പട്ടി പൂച്ച അങ്ങനെയല്ല, പ്ലാന്റ് അല്ലാത്ത എല്ലാ സാധനങ്ങളും ആനിമൽസും ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്ത്, ആനിമാലിയ എന്ന് പറയുന്നത്. ആനിമാലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനെ പിന്നെയും ഒരു 8 ഫൈലമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 8ആയിട്ട് അതിനെ 8 എണ്ണമായിട്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഫൈലം എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തത് പോറിഫെറ, നിദേരിയ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷി ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കൈനോഡെർമേറ്റ. അങ്ങനെ 8ആയിട്ട് കിങ്ഡം ആനിമാലിയനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8 ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഓരോ ഫൈലത്തിൻ്റെയും പ്രത്യേകതകൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. കാരണം 2 മാർക്കിനാ ഒക്കെ ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ആയിട്ട് തന്നെ ചോദിക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം പോറിഫെറ, അല്ലെങ്കിൽ നിദേരിയ, അല്ലെങ്കിൽ ഫാമിലി മാൽവേസിയെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലാന്റേലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്കിങ്ങനെ ചോദിക്കാം. ഫീച്ചേഴ്സ് തന്നിട്ടുള്ളത് എന്താണ്, അത് കൃത്യമായിട്ട് ആ ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കണം.
അപ്പോൾ നമുക്ക് നോക്കാം. 8 ഫൈലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫൈലമാണ് പോറിഫറ. ബോഡീസ് വിത്ത് മെനി പോർസ്, കനാൽസ് ഓർ ചാമ്പേഴ്സ്. ബോഡിയിൽ എന്താണ്, ഒരുപാട് പോറുകൾ, ഹോളുകൾ, ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും. ഓസ്കുലം ഈസ് പ്രസൻറ്റ് അറ്റ് ദ അപ്പർ എൻഡ്. ഇതിൻ്റെ ബോഡിക്ക് ഏറ്റവും മുകളിലായിട്ട് ഓസ്കുലം എന്ന് പറയുന്ന ഒരു ഹോളുണ്ട്. റിപ്രൊഡക്ഷൻ ബൈ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറയുന്ന ഒരു എക്സെക്ഷൽ മെത്തേഡ് വഴിയാണ് അവരുടെ റിപ്രൊഡക്ഷൻ നടക്കുക. കാരണം പ്ലാന്റ് ബോഡിയിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും. ഈ കുമിളകൾ അവരിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് വീണ്ടും പുതിയൊരു ഓർഗാനിസം ആയിട്ട് വളരും. ഓൾ ആർ മെറൈൻ. എല്ലാവരും എന്താണ്, കടലിൽ കാണുന്നവരാണ്. ഇതാണ് പോറിഫറയുടെ പ്രത്യേകത. എന്താണ് പ്രത്യേകത? ബോഡിയിൽ ധാരാളം പോറുകൾ ഉണ്ടായിരിക്കും. ഓസ്കുലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്ലാന്റ് ബോഡിയുടെ ആനിമൽ ബോഡിയുടെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നുണ്ട്. റിപ്രൊഡക്ഷൻ ബഡ്ഡിങ് വഴിയാണ്. എല്ലാവരും എങ്ങനെയാണ്, മറൈനാണ്, കടലിൽ കാണുന്നവരാണ്. ഇതിന് എക്സാമ്പിളാണ് സൈക്കോൺ, യൂസ്പോഞ്ചിയ എന്നൊക്കെ പറയുന്ന ജീവികൾ, കടലിൽ കാണുന്നതാണ്. ഇനി രണ്ടാമത്തത് ഫൈലം നിദേരിയ. ഫൈലം നിദേരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ: ബോഡി വിത്ത് നോ ഹെഡ്. ഒരു ആനിമൽ ബോഡി ഉണ്ടായിരിക്കും, പക്ഷെ അതിനൊരു തല ഉണ്ടായിരിക്കില്ല. ഇനി നിദോബ്ലാസ്റ്റ്. നിദോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് പ്രേനെ ക്യാച്ച് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇര പിടിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം സെല്ലുകളാണ് നിദോബ്ലാസ്റ്റുകൾ. റേഡിയൽ സിമെട്രിയാണ്. കാരണം എന്താണ്, അവരെ എങ്ങനെ മുറിച്ച് കഴിഞ്ഞാലും അവരെ നമ്മൾ മറ്റേ സൈഗോമോർഫിക് പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മുറിച്ചാൽ തന്നെയാണ് അവർ രണ്ടായിട്ട് വരുള്ളൂ. ഇനി ഇതെല്ലാം മെറൈനാണ്, പക്ഷേ ഒരാൾ മാത്രം ഫ്രഷ് വാട്ടറാണ്, ഹൈഡ്ര. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകും ഹൈഡ്രനെ കുറിച്ചിട്ട്. അപ്പോൾ ഹൈഡ്ര എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്ര ഫ്രഷ് വാട്ടറാണ്, ബാക്കി എല്ലാവരും എന്താണ്, മറൈനാണ്. ഇതാണ് നിദേരിയ. നിദേരിയ എന്ന് പറയുമ്പോൾ ബോഡി ഉണ്ട്, പക്ഷേ ഹെഡ് ഇല്ല. നിദോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, അതെന്തിനാണ്, ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. റേഡിയൽ സിമട്രി ആണ്. ഹൈഡ്ര മാത്രം ഫ്രഷ് വാട്ടറിൽ, ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്, മറൈനിലാണ്. സീ അനിമൺ, സന്യാസി ജണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സീ അനിമൺ, ജെല്ലി ഫിഷ്, ഇതൊക്കെ എന്താണ്, നിദേരിയയിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവരൊക്കെ മറയിലാണ്. ഹൈഡ്ര മാത്രമാണ് എവിടെയുള്ളത്, ഫ്രഷ് വാട്ടറുള്ളത്. പോറിഫർ എങ്ങനെയായിരുന്നു, അവരെല്ലാവരും എന്താണ്, മറൈനിലാണ്. ഇനി മൂന്നാമത്തത് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ ഇലോങ്ങേറ്റഡ് ആൻഡ് നോ ബോഡി ക്യാവിറ്റി. വളരെ നീളമുള്ളതാണ്. പിന്നെ മറ്റേ മണ്ണിര അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളൊരു ഹോള് പോലെ വരില്ലേ അവരുടെ ബോഡിയുടെ ഉള്ളിൽ. അങ്ങനെയുള്ള ക്യാവിറ്റീസ് ഒന്നും ഇവർക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പോറുകൾ പറഞ്ഞില്ലേ, യൂസ്പോഞ്ചിയലൊക്കെ പറഞ്ഞ പോലുള്ള ഹോളുകളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവരൊക്കെ നല്ല ഫില്ലായിട്ടിരിക്കുന്ന ആൾക്കാരാണ്, വളരെ നീളമുള്ളതാണ്. അലിമെൻ്ററി കനാൽ ഹാസ് ഓൺലി 1 ഓപ്പണിങ്. അപ്പോൾ അവരുടെ എന്താണ്, ഡൈജഷൻ നടക്കുന്ന ആ ഒരു കനാല്, അതിനൊരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ, അതിനെയാണ് അതിൻ്റെ മൗത്തായിട്ട് കണക്കാക്കുന്നത്. ഓൾ ആർ പാരസൈറ്റ്സ് എക്സെപ്റ്റ് പ്ലാനേറിയ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാനേറിയ എന്നൊരു ജീവി ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ്, പാരസൈറ്റുകളാണ്, മറ്റൊരു ആളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇറ്റ് ഹാസ് ഹുക്ക് ടു അറ്റാച്ച് വിത്ത് ഹോസ്റ്റ്. ഇവർക്ക് എന്താണ്, ഇവർക്ക് ആ ഹോസ്റ്റിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ ഒരു ഹുക്ക് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ ടേപ്പ് വോം വിരകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, ഇതിൽ പ്ലാറ്റി ഹെൽമിന്തസിൽ പെടുന്നതാണ്. അപ്പോൾ ഇലോങ്ങേറ്റഡ് ബോഡിയാണ്, ബോഡി ക്യാവിറ്റി ഒന്നുമില്ല. അലിമെൻ്ററി കനാലിന് ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ, അതിനെയാണ് മൗത്തായിട്ട് കണക്കാക്കുന്നത്. പ്ലാനേറിയ ഒഴിച്ച് ബാക്കി എല്ലാവരും പാരസൈറ്റാണ്. പാരസൈറ്റ് ആയിട്ടുള്ളവർക്ക് ഹോസ്റ്റിൽ എവിടെയാണോ അവർ ആശ്രയം ജീവിക്കുന്നത് അവരിൽ പറ്റിപ്പിടിക്കാനായിട്ട് ഹുക്ക് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. എക്സാമ്പിള് ടേപ്പ് വോമിൻ്റെ പേരാണ് ടീനിയ സോളിയം. അതേപോലെ പ്ലാനേറിയ, ഫാസിയോള, അതൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിളുകളാണ്. ഇനി അടുത്ത ഫൈലാണ് ഫൈലം ആഷി ഹെൽമിന്തസ്. ആഷി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ ലോങ് ബോഡിയാണ്, സിലിണ്ടറിക്കൽ ബോഡിയാണ്, സിലിണ്ടർ ഷേപ്പ്ഡ് ബോഡിയാണ്. മൗത്ത് ആൻഡ് ആനസിസ് പ്രസൻറ്റ്. അലിമെൻ്ററി കനാലിൽ നേരത്തെ പ്ലാറ്റി ഹെൽമിന്തസിൽ ഒരു ഒറ്റ ഓപ്പണിംഗ് ഉണ്ടായുള്ളൂ, ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ഒരു മൗത്തുണ്ട്, ഒരു ആനസുണ്ട്. കോമൺ റൗണ്ട് വോമാണ് അസ്കാരിസ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അസ്കാരിസ് എന്ന് പറയുന്നത്. ഇവർ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ജീവികളാണ്.
ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ആനിമൽസ് ആൻഡ് സോയിൽ. അസ്കാരിസ് എവിടെയാണ് കാണുന്നത്? ആനിമൽസിൽ, ജീവികളിലും ജന്തുക്കളിലും കാണാം, അതേപോലെ തന്നെ മണ്ണിലും കാണാം. അപ്പോൾ ഇതാണ് ആഷി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. ലോങ് ബോഡിയാണ്, സിലിണ്ടറിക്കൽ ബോഡിയാണ്, ഇവർക്ക് മൗത്തും ആനസും ഉണ്ട്. എക്സാമ്പിൾ വരുന്നത് അസ്കാരിസ് ആണ്. അവരെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവർ ആനിമൽസിലും സോയിലിലും കാണും. ഇനി അടുത്തത് കിങ്ഡം അനലിഡ. അനലിഡ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീച്ച് എന്താണ്? അട്ടയൊക്കെ പെടുന്ന വിഭാഗം, അതേപോലെ എർത്ത് വേം ഒക്കെ വരുന്ന വിഭാഗമാണ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ പാരാപോഡിയ ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ഇവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കാലുകളൊന്നുമല്ല, പക്ഷെ കാലുകളൊക്കെ പോലെയുള്ള ആയിട്ടുള്ളൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേരാണ് പാരാപോഡിയ. പാരാപോഡിയ വെച്ചിട്ടാണ് അവർ ലോക്കോമോഷൻ നടത്തുന്നത്. ഹാവ് റീജനറേഷൻ കപ്പാസിറ്റി. ഇതിൻ്റെ ശരീരഭാഗങ്ങളെങ്ങാനും നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടിയും കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ അത് പഴയപടി ആവാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. അതാണ് റീജനറേഷൻ കപ്പാസിറ്റി. എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് നെഫ്രീഡിയ. ഇവരുടെ വിസർജ്യങ്ങൾ കളയുന്ന ഓർഗൻ, ഇപ്പോൾ നമ്മുടെ കിഡ്നി എന്നൊക്കെ പറയുന്ന പോലത്തെ ഇവരുടെ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? നെഫ്രീഡിയ. ഇതിന് എക്സാമ്പിളുകളാണ് പഴുതാര, അതുപോലെ തന്നെ നമ്മുടെ അട്ട, മണ്ണിര, അതൊക്കെ അനലിഡയിൽ വരുന്നതാണ്. അനലിഡ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവർക്ക് ലോക്കോമോഷന് വേണ്ടിയിട്ട് പാരാബോഡി ഉണ്ട്, റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയാണ്. ഇനി ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ഇവരെ ബോഡി എന്ന് പറയുന്നത് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, അങ്ങനെ 3 ഡിവിഷൻ വന്നവർക്ക്. ഒരു നല്ല ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള തൊറാക്സ് ഉണ്ട്, അബ്ഡോമൻ ഉണ്ട്. ദേ ഹാവ് എക്സോസ്കെൽറ്റൻ. ഇവർക്ക് എന്താണ്? അവർക്ക് എക്സോസ്കെൽറ്റൻ ഉണ്ട്. പുറം നമ്മൾ ചെമ്മീനൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തോല് പൊളിക്കില്ല, അപ്പോൾ അതിനെയാണ് എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ദിസ് ഫൈലം ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ടൈപ്സ്. ഇതിനെ പിന്നെയും എന്താണ്? 4 തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റേഷ്യ, മിരിയാപോഡ, ഇൻസെക്റ്റ, ആർക്കിനിഡ, അങ്ങനെ 4 അതിന് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സോസ്കെൽറ്റൻ ആണ്. ഇവർക്ക് എക്സോസ്കെൽറ്റൻ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബോഡീനെ എങ്ങനെയാണ്? ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഫൈലത്തിനെ പിന്നെയും 4 തിരിച്ചിട്ടുണ്ട്. അതാണ് ക്രസ്റ്റേഷ്യ, മിരിയാപോഡ, ഇൻസെക്റ്റ, ആർക്കിനിഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രോൺ അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീനൊക്കെ വരുന്ന എവിടെയാണ്? ക്രസ്റ്റേഷ്യയിലാണ് വരുന്നത്. അതേപോലെ മില്ലിപീഡ്, അതാണ് മിരിയാപോഡയിൽ വരുന്നത്. ഇൻസെക്റ്റയിലാണ് കോക്രോച്ച്, നമ്മുടെ പാറ്റയൊക്കെ വരുന്നത്. സ്കോർപ്പിയോൺ, തേളൊക്കെ വരുന്നത് ആർക്കിനിഡയിലാണ്. അപ്പോൾ ഓരോ ക്ലാസ്സും ഫൈലോ കിങ്ഡോ അതിലൊക്കെ പ്രത്യേകിച്ച് പറയുന്ന എക്സാമ്പിളുകളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അവരിങ്ങനെ 1 വേർഡൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് വെച്ച് ചോദിക്കാം. ഇനി അടുത്ത ഫൈലമാണ് മൊളുസ്ക. മൊളുസ്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഞവിനിക്കൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ബോഡിയാണ്. മസ്കുലാർ ഫീറ്റ് ഈസ് പ്രസൻറ്റ്. അവർക്ക് കാലെന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള മസിൽസൊക്കെ ഉള്ള ഒരു ഫീറ്റ് ഉണ്ട്. അതേപോലെ എക്സോസ്കെൽറ്റൻ, അവർ ഷെല്ല് പോലെയാണ് എക്സോസ്കെൽറ്റൻ വന്നിരിക്കുന്നത്. ചെമ്മീൻ്റെ പോലെയല്ല, ഷെല്ല് പോലെയാണ് അവരുടെ എക്സോസ്കെൽറ്റൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളുകളാണ് സ്നെയില്, അതാണ് ഈ ഞവനി എന്ന് പറയുന്നത്. പിന്നെ സെപ്പിയ. ഇതൊക്കെയാണ് നമ്മുടെ മൊളുസ്കയിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത ഫൈലമാണ് അക്കിനോഡർമേറ്റ. അക്കിനോഡർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്താണ്? മറൈനാണ്. അവർക്ക് ഹെഡില്ല. ട്യൂബ് ഫീറ്റ് ആർ യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷന് വേണ്ടിയിട്ട് ട്യൂബ് ലൈക്ക് കാലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. 5 റേഡിയേറ്റിംഗ് ഏരിയാസ് ആർ പ്രസൻറ്റ് ഇൻ ദയർ ബോഡി. അതായത് 5 സ്പോട്ടിൽ അവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈക്വലായിട്ട് വരുന്നു. കൃത്യമായിട്ട് 5 സ്പോട്ടുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈക്വൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ മുറിക്കണം അല്ലേ. അവരെങ്ങനെയാണ്? അവർ 5 സ്പോട്ടുകളുണ്ട്, അതിൽ കൃത്യമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അവർ 2 മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്, ഇതാണ് അക്കൈനോഡർമേറ്റ. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഫൈലം കൂടിയുണ്ട്, ഫൈലം കോഡേറ്റ. മനുഷ്യന്മാരൊക്കെ പെടുന്ന ഫൈലം കോഡേറ്റ. അപ്പോൾ ഇനി അടുത്ത ഫൈലാണ് ഫൈലം കോഡേറ്റ. അങ്ങനെ 9 ടോട്ടൽ. നമ്മൾ നേരത്തെ 8 പറഞ്ഞിരുന്നത്. പിന്നെ ഒരെണ്ണം കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ പറയാതിരുന്നത്. 9 ഫൈലുണ്ട്. ഫൈലം കോഡേറ്റയാണ്. അപ്പോൾ ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോ കോഡ് പ്രസൻറ്റ്, കശേരുക്കൾ കാണപ്പെടുന്ന ജീവികളെല്ലാം കൂടെ വെച്ചിരിക്കുന്നതാണ് എന്ത്? ഫൈലം കോഡേറ്റയിൽ. അപ്പോൾ അതിനെ വീണ്ടും 2 സബ് ഫൈലമായിട്ട് തിരിച്ചിട്ടുണ്ട്.
യൂറോകോഡേറ്റിയം, സെഫലോകോഡേറ്റിയം സബ് ഫൈലംസ് ആണ്. യൂറോകോഡേറ്റിയം, സെഫലോകോഡേറ്റിയം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളൊന്ന് നോക്കി വെച്ചാൽ മതി. യൂറോകോഡേറ്റിയയിൽ വരുന്നതാണ് ഹെർഡ്മാനിയ, സെഫലോകോഡേറ്റിയയിൽ വരുന്നതാണ് ആംഫിയോക്സസ്. അത് നോക്കി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ, മൂന്നാമത്തെയാണ് വെർട്ടിബ്രേറ്റ. അതായത് നട്ടലുള്ള എല്ലാ ജീവികളും വരുന്നത് വെർട്ടിബ്രേറ്റിലാണ്. ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസൻറ്റ്, കശേരുക്കളുള്ള ജീവികളാണ് വരുന്നത്. ആ കോഡേറ്റനെ പിന്നെയും എന്താണ് 3 സബ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. യൂറോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ഹെർഡ്മാനിയ, സെഫലോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആംഫിയോക്സസ്, വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് നട്ടലുള്ള എല്ലാ ജീവികളും. ഇനി നമ്മുടെ വെർട്ടിബ്രേറ്റനെ പിന്നെയും കുറേ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളാണ് നമ്മൾ നോക്കാൻ പോണത്. അതിലൊന്നാമത്തത് ക്ലാസ് ഏവ്സ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാം ബ്ലഡഡ് ആണ്. പ്ലൻറ്റി ഓഫ് ഫെദേഴ്സ്, ധാരാളം തൂവലുകളുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇവർ ഏത് ഗ്രൂപ്പാണ്? പക്ഷികളാണ്. ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക്, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഹെഡ്, നെക്ക്, ട്രങ്ക്, അങ്ങനെ ഡിഫറെൻ്റ് അവരുടെ ബോഡി പാർട്ട് മാറ്റിയിട്ടുണ്ട്. 4 limbs മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അതെന്താണ്? 4 limbs, മുന്നിലുള്ള കാലുകൾ എന്തായിട്ട് മാറി, അല്ലെങ്കിൽ കൈകൾ, അവരുടെ കൈകളാണ് അവരുടെ ചിറകുകളായിട്ട് മാറിയിരിക്കുന്നത്. ഹാർട്ട് എങ്ങനെയാണ്? 4 ചാമ്പേഴ്സ് ഉണ്ട്. വോയിസ് ബോക്സ് ഉണ്ട്. അതേപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോൺസ് വിത്ത് എയർ സ്പേസ്. അവരുടെ ബോൺസിൽ എന്താണ്? അവരുടെ ബോൺസ് ഹോളോ ബോൺസ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പക്ഷികളുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോളോ ബോൺസ് ആണ്. കാരണം എന്തിനാണ്? അവർക്ക് പറക്കാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. അതേപോലെ ഹോണി ബീക്ക്, കൊക്കുകൾ ഉണ്ടായിരിക്കും, പല്ലുകളില്ല. ഒവി പാരസ് ആണ്. ഒവി പാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയിടുന്നവരാണ്. ഇതൊക്കെയാണ് ഏവ്സിൻ്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? വാം ബ്ലഡഡ് ആണ്, പ്ലൻറ്റി ഓഫ് ഫെദേഴ്സ്, ഹെഡ്, ട്രങ്ക്, നെക്ക് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറൻസിയേഷൻ ബോഡിക്ക് ഉണ്ടായിരിക്കും. 4 ചാമ്പേർഡ് ഹാർട്ടാണ്. വോയിസ് ബോക്സ് ഉണ്ട്. ബോൺസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ എയർ സ്പേസസ് ഉണ്ടായിരിക്കും. ബീക്ക് എന്താണ്? നല്ല കൊക്കുകൾ ഉണ്ടായിരിക്കും. പല്ലുകളില്ല, ടീത്ത് ഇല്ല. അതേപോലെ തന്നെ ഒവി പാരസ്, മുട്ടയിടുന്നവരാണ്. ഇതൊക്കെയാണ് ഏവ്സിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഇതൊക്കെ നമ്മൾ വായിച്ചിങ്ങനെ പഠിക്കാമെന്ന് മാത്രം. ഇനി ഇതിൽ വരുന്ന വേറൊരു ക്ലാസ്സാണ് റെപ്റ്റൈൽസിൽ വരുന്ന ജീവികളാണ് ടർട്ടൈൽ, അതേപോലെ തന്നെ ക്രൊക്കോഡൈൽ, ലിസാർഡ്, അങ്ങനെയൊക്കെയുള്ളവർ. ഇനി ഇതൊക്കെയാണ് ക്രൊക്കോഡൈൽ. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്ത് ചെയ്യാം? ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെപ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. റെപ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സം ലീവ്സ് ഓൺ ലാൻഡ് ആൻഡ് സം ഇൻ വാട്ടർ. ചില ആൾക്കാർ എവിടെയാണ്? കരയിൽ. ചില ആൾക്കാർ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ടിംബാനം ഈ സ്മോൾ ആൻഡ് ഡിപ്രസ്ഡ്. എന്താണ് ടിംബാനം എന്ന് പറയുന്നത്? ടിംബാനം എന്ന് പറയുന്നത് നമ്മൾ ചെവിയുടെ പോള എന്നൊക്കെ പറയില്ല, അതിന് ടിംബാനം. അതെങ്ങനെയാണ്? വളരെ ചെറുതാണത്. സ്കിൻ ഈസ് ഡ്രൈ ആണ്, വളരെ ഡ്രൈ സ്കിന്നാണ്. മുതലാടി കണ്ട നമുക്കറിയാമല്ലോ, ഇങ്ങനെ വീണ്ടും നിൽക്കുന്നത്. ദയർ എഗ്സ് ഹാവ് ലെതറി ഷെല്ല്. എഗ്ഗിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെതർ പോലെയുള്ള ഒരു, അല്ലെങ്കിൽ ലെതറിൻ്റെ സ്ട്രക്ചറുള്ള ഒരു ഷെല്ലിൻ്റെ ഉള്ളിലാണ് അവരുടെ മുട്ട ഇരിക്കുന്നത്. കാരണം വെള്ളത്തിലൊക്കെ ആയിരിക്കും. പിന്നെ ഡ്രൈ ആവും, അവർ ഓൾറെഡി ഡ്രൈ ആണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വിരിയാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് റെപ്റ്റൈൽസിൻ്റെ. വേറൊരു ക്ലാസ്സാണ് ആംഫീബിയ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ബ്രയോഫൈറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആംഫീബിയ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരേ ജീവിക്ക് തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് പറ്റും. നമ്മൾ തവള എങ്ങനെയാണ്? കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ പാർഷ്യലി ലീവ് ഇൻ വാട്ടർ ആൻഡ് പാർഷ്യലി ഓൺ ലാൻഡ്. പകുതി കരയിലും പകുതി വെള്ളത്തിലുമായിട്ടാണ് ജീവിക്കുക.
സ്കിന്ന് വളരെ സ്മൂത്ത് ആയിരിക്കും. പെൻഡാഡാക്റ്റിൽ ഡിജിറ്റ്സ് വിത്തൗട്ട് ക്ലോസ്, 5 വിരലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ക്ലോസ് ഒന്നും ഉണ്ടായിരിക്കില്ല. 3 ചാമ്പേർഡ് ഹാർട്ടായിരിക്കും. ഹാർട്ടിന് 3 ചാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് 4 ചാമ്പർ ഉണ്ട് അല്ലേ? റെപ്റ്റൈൽസ് വന്നപ്പോഴൊക്കെ 4 ചാമ്പർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിന് മുന്നേ വരുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് 3 ചാമ്പർ ഉള്ളൂ. ലാർവൽ സ്റ്റേജിൽ എന്താണ് അവർക്ക് ടെയിൽ ഉണ്ടായിരിക്കും. ഇവരുടെ ലാർവൽ സ്റ്റേജൊക്കെ എപ്പോഴും എവിടെയായിരിക്കും? വെള്ളത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് ടെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് എന്താണ്? നമ്മുടെ ഫ്രോഗാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണ് മമേലിയ. നമ്മളൊക്കെ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? മമേലിയ. മമേലിയ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? മെമ്മറി ഗ്ലാൻസ് ഉള്ളവരെയാണ് നമ്മൾ മമേലിയ എന്ന് പറയുന്നത്. അപ്പം മമേലിയനെ തന്നെ പിന്നെയും എന്താണ് ഒരു 5 സബ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. എഗ് ലൈങ് ആനിമൽസ് ഉണ്ട്, പൗച്ച്ഡ് മാമൽസ് ഉണ്ട്, ഫ്ലഷ് ഈറ്റിംഗ് മാമൽസ് ഉണ്ട്, അക്വാട്ടിക് മാമൽസ് ഉണ്ട്, ഫ്ലൈയിങ് മാമൽസ് ഉണ്ട്. അതായത് മുട്ടയിടുന്ന സസ്തനികൾ, സഞ്ചിയുള്ള സസ്തനികൾ, മാംസം ഭക്ഷിക്കുന്ന സസ്തനികൾ, ജലത്തിൽ ജീവിക്കുന്ന സസ്തനികൾ, പറക്കുന്ന സസ്തനികൾ. അപ്പോൾ എഗ് ലൈങ് മാമൽസ്, മുട്ടയിടുന്ന മാമൽസ് ഉണ്ട്. അപ്പോൾ കാര്യം ഇത്രയുള്ള എന്താണ്? മെമ്മറി ഗ്ലാൻസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ മുലയൂട്ടാൻ കഴിവുള്ളവരെയാണ് നമ്മൾ മമേലിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. അതിൽ എഗ് ലൈങ് മാമൽസ്, മുട്ടയിടുന്ന സസ്തനികളാണ് പ്രോട്ടോതീരിയ എന്ന് അവരുടെ പേര്. ഇനി പൗച്ച്ഡ് മാമൽസ്, സഞ്ചിയുള്ളത്, കങ്കാരു ഒക്കെ പോലെ സഞ്ചിയുള്ള മാമൽസാണ് മെറ്റാതീരിയ. ഇനി ഫ്ലഷ് ഈറ്റിംഗ് മാമൽസ്, മാംസം ഭക്ഷിക്കുന്നവർ, അവരെയാണ് കാർണിവോറസ് എന്ന് പറയുന്നത്. അടുത്തത് അക്വാട്ടിക് മാമൽസ്, ജലത്തിൽ ജീവിക്കുന്ന സസ്തനികളുണ്ട്, അവരെയാണ് സെറ്റാസിയെ എന്ന് പറയുക. ഇനി ഫ്ലൈയിങ് മാമൽസ്, പറക്കുന്ന സസ്തനികൾ, വവ്വാലൊക്കെ പോലെ, അതിനെയാണ് കെയ്റോപ്റ്റീറിയ എന്ന് പറയുക. ഇതൊക്കെയാണ് മാമൽസിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. പ്ലാന്റേയും ആനിമാലിയയും ഇത് രണ്ടും നന്നായിട്ട് പഠിക്കുക. ക്യാരക്ടേഴ്സ് മസ്റ്റായിട്ടും എല്ലാത്തിനും കുറച്ചേ ഉള്ളൂ, എല്ലാ ക്യാരക്ടേഴ്സും അതോ വേർഡിലല്ല. ഇപ്പോൾ സൈഗോമോർഫിക് അങ്ങനെ തന്നെ പഠിക്കുക, അല്ലാണ്ട് ഏതെങ്കിലും ഒരു പാട്ടിലൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയല്ല. ആ വേർഡുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സൈഗോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി, കാർപ്പലറി, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വേർഡിൽ തന്നെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതെന്താണെന്ന് ചോദിക്കൊന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പക്ഷെ നമ്മൾ ക്യാരക്ടർ എഴുതുമ്പോൾ ഒരൊറ്റ വേർഡ് മാത്രം എഴുതിയാൽ മതി. നമുക്ക് കൃത്യമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാത്തിലും പെടുന്ന എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കുക. 1 വേർഡൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.